ODI ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ടീം 400 റൺസ് എന്ന റെക്കോർഡ് സ്കോർ സ്വന്തമാക്കുന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ടീം റെക്കോർഡ് ജേഴ്സി നടത്തി ആ മത്സരം വിജയിക്കുന്നു. ഇവിടെ പറഞ്ഞു വരുന്നത് 2006 നടന്ന ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മാച്ചിനെ കുറിച്ചാണ്. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ ചേസിംഗ് മാച്ചുകളിൽ ഒന്നാണ് ഇത്. വമ്പന്മാരായ ഓസ്ട്രേലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന മത്സരം. എന്നാൽ ഇവിടെ ആദ്യ ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയ ഗിൽക്രിസ്റ്റ്, സൈമൺ ഗാറ്റിച്ച്, ക്യാപ്റ്റൻ റിക്കി പോണ്ടിംഗ്, മൈക്കിൾ ഹസി എന്നിവരെല്ലാം ഒരുപോലെ അഴിഞ്ഞാടിയ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ ടോട്ടൽ അടിച്ചു കൂട്ടിയത് 50 ഓവറിൽ 434 4 എന്ന റെക്കോർഡ് സ്കോറായിരുന്നു. ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ ഈ സ്കോർ കണ്ടപ്പോൾ സ്വന്തം ആരാധകർ പോലും സൗത്ത് ആഫ്രിക്കയെ എഴുതി തള്ളിയിരുന്നു. എന്നാൽ സൗത്ത് ആഫ്രിക്കൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ ഈ മത്സരം തോക്കുമായിരിക്കാം, എന്നാൽ അവർക്ക് 400 അടിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് 400 അടിച്ചുകൂടാ. ആ വാക്കുകൾ നെഞ്ചിലേറ്റിയാണ് മറുപടി ബാറ്റിംഗിന് സൗത്ത് ആഫ്രിക്ക ഇറങ്ങിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് രണ്ടാം ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടു. എങ്കിലും ക്യാപ്റ്റൻ ഗ്രെയിം സ്മിത്തും ഹെർഷൽ ഗിബ്സും ചേർന്ന് ഒരു വലിയ പാർട്ണർഷിപ്പ് തന്നെ അവിടെ ബിൽഡ് ചെയ്തു. ഹെർഷൽ ഗിബ്സിന്റെ 111 പന്തിൽ 175 റൺസ് എന്ന നേട്ടത്തിന്റെ ബലത്തിൽ സൗത്ത് ആഫ്രിക്ക ടീം വിജയ പ്രതീക്ഷ കണ്ടു തുടങ്ങി. എന്നാൽ ക്യാപ്റ്റൻ സ്മിത്തും ഹെർഷൽ ഗിബ്സും വീണതോടെ വീണ്ടും തുടരെ വിക്കറ്റുകൾ വീഴാൻ തുടങ്ങി. എന്നാൽ ഒരു വശത്ത് മാർക്ക് ബൗച്ചർ നിലയുറപ്പിച്ചതോടെ വിജയം സൗത്ത് ആഫ്രിക്കയ്ക്ക് തൊട്ടരികിലായിരുന്നു. അങ്ങനെ കളി അവസാന ഓവറിലെത്തി. ഇനി സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടത് 2 ബോളിൽ 1 റൺസ് മാത്രമാണ്. സ്ട്രൈക്കിലുള്ളത് മാർക്ക് ബൗച്ചർ. ഓവറിലെ 5-ാം ബോൾ ബൗച്ചർ ഒരു സിക്സർ നേടുകയും സൗത്ത് ആഫ്രിക്ക ആ കളി വിജയിക്കുകയും ചെയ്തു. ഇമ്പോസിബിൾ എന്നതിനെ പോസിബിൾ ആക്കിയവർ. ഈ മാച്ച് നമുക്ക് ജീവിതത്തിൽ ഒരു വലിയ പാഠം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.